നമ്മൾ സെറ്റ് തിയറിയുടെ ബാക്കി പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. വെൻ യൂളർ ഡയഗ്രാം. നമുക്കറിയാം സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രാം ആണ് നമ്മൾ വെൻ യൂളർ ഡയഗ്രാം എന്ന് പറയും. സിംപ്ലി വെൻ ഡയഗ്രാം എന്നും പറയും. അപ്പോൾ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഒരു സെറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടും കോമ്പിനേഷൻ ഓഫ് റെക്റ്റാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ആണ്. സർക്കിൾസിന്റെയും റെക്ടാങ്കിൾസിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഡയഗ്രാം വരുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ സ്ക്വയർ ആയിട്ടും അല്ലാത്ത അതിന്റെ സബ് സെറ്റിനെയൊക്കെ നമ്മൾ സർക്കിൾ ആയിട്ടൊക്കെയാണ് നമ്മളിതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെറ്റിനെ പിക്ടോറിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മള് സെയിം ഡിസ്റ്റോൺ സെറ്റ് ആകുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ട് പേയും ബിയും ഡിസ്റ്റോൺ സെറ്റ് ആണ്. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് എഴുതി. അല്ലാത്തതാണെങ്കിൽ അതിന് അതേപോലെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ് വന്നതാണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. സെറ്റ്സിൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് ഓപ്പറേഷൻ ആണ് യൂണിയൻ ഓഫ് സെറ്റ്. ഫസ്റ്റ് വണ്ണാണ് യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് സെറ്റ് എടുക്കുകയാണ്, എയും ബിയും എന്നുള്ള രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ യൂണിയൻ ഓഫ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ഇൻ സെറ്റ് എ ഓർ ഇൻ ബി. ആ രണ്ട് സെറ്റിലെ എലമെന്റ്സ് അവിടെ വേണം. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ ഇൻ എ ഓർ ഇൻ ബി. അത് നമ്മൾ എങ്ങനെയാണ് എ യൂണിയൻ ബി എന്ന് ഇങ്ങനെയാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്, വായിക്കുന്നത് എ യൂണിയൻ ബി. അത് നമ്മൾ സിംബോളിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ എ ഓർ എക്സ് ഇൻ ബി. ഇതാണ് നമ്മുടെ യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എ ബി എന്നുള്ള രണ്ട് സെറ്റ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും അത് മൊത്തം വരും. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത് എ യൂണിയൻ ബി. ഓക്കെ, യൂണിയൻ ഓഫ് സെറ്റ് എന്താന്ന് മനസ്സിലായല്ലോ. രണ്ടിലും ഉള്ള എല്ലാ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിലും ഇതേപോലെ നമ്മൾ രണ്ട് ലെറ്റ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. ദ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. രണ്ടിലുമുള്ള എലമെന്റ്സിനെ നമ്മൾ ഇന്റർസെക്ഷൻ കൊടുക്കും. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്, എയിലുള്ളതും ബിയിലുള്ളതിനും കോമൺ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് എ ഇന്റർസെക്ഷൻ ബി എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഡയഗ്രമാറ്റിക്കലി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ രണ്ട് സെറ്റ് എടുക്കുക, കണ്ടോ ആ കോമൺ ഇത് വരുന്നില്ലേ, അതാണ് നമ്മുടെ എന്ത് ആ കോമൺ പാർട്ടാണ് നമ്മുടെ എന്ത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എന്നെ പോലത്തെ ഇതിനാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ എ ആൻഡ് എക്സ് ഇൻ ബി. ഇവിടെ ആൻഡ് എന്നുള്ളതായിട്ട് ഉപയോഗിക്കുന്നത് എക്സ് ഇൻ എ ആൻഡ് എക്സ് ഇൻ ബി. മറ്റേത് എക്സ് ഇൻ എ ഓർ എക്സ് ഇൻ ബി ആണ്. ഇവിടെ എക്സ് ഇൻ എ ആൻഡ് എക്സ് ഇൻ ബി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then next third operation disjoint sets ആണ് വരുന്നത്. third one disjoint sets. ഡിസ്ജോയിന്റ് സെറ്റ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സെറ്റ് എ ആൻഡ് ബി എന്നുള്ള രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നൾ സെറ്റ് ആണ് എങ്കിൽ, അതായത് അതിനെല്ലാം കോമൺ എലമെന്റ്സ് ഇല്ല എങ്കിൽ അതിന് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്നാണ് പറയുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇപ്പൊ നമ്മൾ 1, 2, 3, 4 എടുക്കുകയാണ്. അതിന്റെ എന്താണ് കോമൺ എലമെന്റ്സ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ളത് എടുക്കണം എന്നല്ലേ പറയുന്നത്. രണ്ടിലുള്ള എലമെന്റ്സ് ഇല്ല, അതെന്ത് സെറ്റാണ്? അപ്പോൾ അത് നൾ സെറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തെ ഓപ്പറേഷൻ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സെറ്റ്സിന്റെ ഡിഫറൻസ്. നമ്മൾ ഡിഫറൻസ് സാധാരണ എ മൈനസ് ബി എന്നല്ല എഴുതുന്നത്, അതേപോലെ തന്നെ ഇവിടെ എഴുതുന്നത് എ മൈനസ് ബി. അപ്പോൾ എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. ദ ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി റിട്ടൺ ആസ് എ മൈനസ് ബി ഈസ് ദി set of all those elements of A which do not belong to B. Set of all those elements of A which do not belong to B.
എയിലുണ്ട് ബിയിലില്ലാത്തത്. ഓക്കെ, അങ്ങനത്തെ അതിനെയാണ് നമ്മൾ ഡിഫറൻസ് പറഞ്ഞത്. എയിലുള്ളത് ബിയിലില്ലാത്തത്. വിച്ച് ഡു നോട്ട് ബിലോങ് ടു ബി. എ മൈനസ് ബി ഇസ് ഇക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ എ ആൻഡ് എക്സ് നോട്ട് ഇൻ ബി. എക്സ് ഇൻ എ ആൻഡ് എക്സ് നോട്ട് ഇൻ ബി. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. A minus b is equal to set x such that x in A and x not in B. X in A and x not in B. അതിന്റെ വെൻ ഡയഗ്രം ഉണ്ട്. വെൻ ഡയഗ്രം വരയ്ക്കുന്ന കാണിച്ചു തരാം. വെൻ ഡയഗ്രം വരുന്നത് ഇങ്ങനെയാണ്. ഇനി ബി മൈനസ് എ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? എക്സ് ഇൻ സച്ച് ദാറ്റ് എക്സ് ഇൻ ബി ആൻഡ് എക്സ് നോട്ട് ഇൻ എ. അങ്ങനെ വരും. എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ഇൻ എ. ഇതാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. ബിയിലുള്ളത് എയിലില്ലാത്തത്. അപ്പൊ അതിന്റെ ഫിഗറും കൂടി ഇനി വരച്ചു തരാം. വെൻ ഡയഗ്രാം. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. എയും ബിയും എന്നാണ് രണ്ട് സെറ്റ് വരച്ചു. അപ്പൊ എയിലുള്ളത് ബിയിലില്ലാത്തത്. അപ്പൊ എന്താ? കണ്ടോ, ആ എയിലുള്ളത് മാത്രം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ അതിനകത്ത് വരയ്ക്കരുത്. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി ബി മൈനസ് എ വരുമ്പോഴത്തേക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇതുപോലെ രണ്ട് സെറ്റ് വരയ്ക്കുക. സെറ്റ് വരച്ചത് ജോയിന്റ് ആയിട്ട് വരയ്ക്കണം. രണ്ട് സെറ്റ് ഇങ്ങനെ ഇതുപോലെ തന്നെ ജോയിന്റ് ആയിട്ട് വരയ്ക്കുക. അപ്പൊ എയും ബിയും. എന്നിട്ട് എന്താ? ബിയിൽ മാത്രം അവിടെ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. എയിലില്ലാത്തത് ബിയിൽ മാത്രം ഷെയ്ഡ് ചെയ്യുക. ഇതാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബി മൈനസ്. ഓക്കെ, ഇതാണ് എന്ത്? ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അപ്പൊ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എ മൈനസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ വിച്ച് ഡു നോട്ട് ഇൻ ബി. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ബി വിച്ച് ഡു നോട്ട് ഇൻ എ. അതെപ്പോഴും ശ്രദ്ധിച്ച് എഴുതാം. നെക്സ്റ്റ് ഓപ്പറേഷൻ. സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് ആണ് അടുത്തത്. സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. സിമെട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറയുമ്പോഴത്തേക്കും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയും. അത് എ ഒരു ഡെൽറ്റ, ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഇതാക്കുന്നത്. എ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇങ്ങനെ തന്നെ വരണം. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് നമ്മുടെ സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. That's equal to set x such that x not in A intersection B. X not in A intersection B. ഇതാണ് പറയുന്നത്. Set x such that x not in A intersection B. ഇതാണ് സിമെട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. നെക്സ്റ്റ് ഓപ്പറേഷൻ വരുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? യു എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് യു ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്നതാണ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ഇൻ എ. യുയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള, യുയിലുള്ള എലമെന്റ്സും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ളതിനാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എയിലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എവിടെ ഷെയ്ഡ് ചെയ്യും? വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും എ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ഇൻ എ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമ്മളത് ഇതാക്കി എഴുതി സിംബോളിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് ഇൻ യു സച്ച് ദാറ്റ് എക്സ് നോട്ട് ഇൻ എ. എക്സ് ഇൻ യു സച്ച് ദാറ്റ് എക്സ് നോട്ട് ഇൻ എ. അതാണ് നമ്മുടെ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എക്സ് ഇൻ യു സച്ച് ദാറ്റ് എക്സ് നോട്ട് ഇൻ എ. എക്സ് യുയിലുണ്ട് പക്ഷെ എയിലില്ല.
നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. A is equal to set 1, 2, 3 and B is equal to set 3, 4. Sorry, 4, 5, 6. And C is equal find A union B intersection. Question ഓരോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ അത് സി ആണ്. A is equal to 1, 2, 3 ആണ്. C is equal to 4, 5, 6. B is equal to 3, 4 ആണുള്ളത്. അതിപ്പം മാറ്റും. C is equal to 4, 5, 6. B is equal to 3, 4. നമ്മളോട് A യൂണിയൻ B ഇന്റർസെക്ഷൻ C ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? B ഇന്റർസെക്ഷൻ C കാണണം. B ഇന്റർസെക്ഷൻ C എന്ന് പറയുമ്പോഴത്തേക്കും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. യെസ്, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 3 മാത്രമാണോ അല്ലെ? അല്ല, 4 മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. യെസ്, 4. അപ്പൊ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 4 ആണ്. സെറ്റ് 4 ആണ് അതിനകത്തെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഇക്വൽ ടു 4. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി കാണാം. അപ്പൊ എ എന്താ 1, 2, 3 ആണ്. ബി ഇന്റർസെക്ഷൻ സി എന്താ 4 ആണ്. അപ്പൊ എ യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടിലുള്ളതല്ല എടുക്കുന്നത്. സോ ആൻസർ എന്ത് വരും? 1 സെറ്റ് 1, 2, 3, 4. സെറ്റ് 1, 2, 3, 4. ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. സെറ്റ് 1, 2, 3, 4. ഓക്കെ, next question. If A subset of B, then A union B is equal to A subset of B, then A union B is equal to first options ഉണ്ട്. A ഉണ്ട്, B intersection A എന്നുണ്ട്, C B എന്നുണ്ട്, D none of this. ഓക്കെ, അപ്പൊ എന്താണ് ബി എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ള എലമെന്റ്സ് ആണ് വേണ്ടത് അല്ലെ? രണ്ടിലുള്ള എലമെന്റ്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സബ്സെറ്റും കൂടിയാണ്? ബിയുടെ സബ്സെറ്റും കൂടിയാണ്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു ബി വരും അല്ലെ? ബി അല്ലേ വരാം? ബിക്കോസ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാ എലമെന്റ്സും അതിനകത്ത് വേണം. എ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സബ്സെറ്റും കൂടിയാണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എയിലെ എലമെന്റ്സ് എല്ലാം എവിടെ ഉണ്ടാകും? ബിയിലുണ്ടാകും അല്ലെ? അപ്പൊ എ യൂണിയൻ ബി സിക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് തന്നെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് തേർഡ് വൺ. If A and B are any two sets, A and B are any two sets, then A union A union B A union A intersection B is equal to A intersection B is equal to dash. Another question. If A and B are any two sets, then A union A intersection B. Options under option A, option B, B, option C, A complement, and option D, B complement. Then നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A and B are two sets ആണ്. നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും അല്ലെ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സബ്സെറ്റ് ആയിരിക്കും. സോ നമുക്ക് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ യൂണിയൻ എ എന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ അതെന്താ ആൻസർ വന്നത്? എ ആണ്. എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഇസ് സബ്സെറ്റ് ഓഫ് എ. ഹെൻസ് നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എന്ത് തന്നെ വരും? എ തന്നെ വരും. അപ്പൊ നേരത്തെ ചെയ്താൽ അതെ, തൊട്ട് മുന്നേ ചെയ്ത അതേപോലത്തെ പ്രോബ്ലം തന്നെയാണ്. എ ഇന്റർസെക്ഷൻ ബി എന്തിന്റെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ്. സോ എ യൂണിയൻ എ എന്ന് തന്നെ വരും. അപ്പൊ ആൻസർ നമ്മുടെ എന്താണ്? എ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം എന്താണ് നോക്കട്ടെ. If A and B are two given sets, if A and B are two given sets, then A intersection B complement, all complement is equal to dash. If A and B are two given sets, then A intersection B all complement is equal to dash. Options under option A, option B, B, option C, null set, option D, A intersection B complement. അതാണ് ഓപ്ഷൻസ് വരുന്നത്.
ദെൻ അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഒരു ചെറിയ ട്രബിളായി. എ ഇന്റർസെക്ഷൻ എ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? എ ഇന്റർസെക്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് ആണ് അല്ലെ? നൾ സെറ്റ് യൂണിയൻ എ കോംപ്ലിമെന്റ് അല്ല എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾ വന്നത്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ എന്ത് ചെയ്തു? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്നുള്ള അതിനെ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അതൊരു പ്രോപ്പർട്ടി ആട്ടോ. അത് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാവേ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് ഇതാക്കി പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. സോ നൾ സെറ്റ് യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്? ജസ്റ്റ് എന്താണ് വെൻ ഡയഗ്രാം പഠിച്ചു, ഓപ്പറേഷൻസ് ഓൺ സെറ്റിൽ, യൂണിയൻ സെറ്റ്, ഇന്റർസെക്ഷൻ, ഡിസ്ജോയിന്റ്, ഡിഫറൻസ്, പിന്നെ സിമെട്രിക് ഡിഫറൻസ്, കോംപ്ലിമെന്റ്, അതൊക്കെ പഠിച്ച് കുറച്ച് പ്രോബ്ലംസ്. അതിൽ സിമെട്രിക് ഡിഫറൻസ് നല്ലോണം നോക്കുക.